മലപ്പുറം ജില്ലയിൽ വന്ന് ഈ സ്പോട്ട് കാണാതെ പോയിക്കണമെങ്കിൽ നഷ്ടം തന്നെയാണ് കേട്ടോ മക്കളെ. ഇത് നമ്മളെ മലപ്പുറം ജില്ലയിലെ എടവണ്ണുള്ള ആമസോൺ വ്യൂ പോയിന്റ്. അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നേരെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് മൂവ് ഓൺ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ആദ്യം ആമസോൺ വ്യൂ പോയിന്റിലേക്കുള്ള റൂട്ട് പറയാം. നമ്മൾ എടവണ്ണന്ന് ഒരു 4 കിലോമീറ്റർ സീതാജി പാലം കടന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒതായി എത്താം. ഒതായിന്ന് റൈറ്റ്, അതായത് ചാത്തല്ലൂർ റോഡിനാണ് നമ്മൾ കയറേണ്ടത്. ഈ കാണുന്ന റോഡിനാണ് നമ്മൾ പോകേണ്ടത്. അങ്ങനെ നമ്മൾ ചാത്തല്ലൂർ റോഡിന് കുറച്ച് പോയി കഴിഞ്ഞാൽ ഈ ഒരു ജംഗ്ഷനിലെത്തും. ഈ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് റൈറ്റാണ് പോകേണ്ടത്, അതായത് KK ചാത്തല്ലൂർ. ഇവിടെ സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നോക്കി പോയാൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ അടുത്ത ജംഗ്ഷനിലെത്തും. അടുത്ത ജംഗ്ഷനും അതേപോലെ തന്നെ നമ്മൾ റൈറ്റ് സൈഡ് കയറാം. റൈറ്റ് സൈഡ് കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഒരു മതിൽ കാണും, ഒരു വീടിൻ്റെ മതിലാണ്. ഈ മതിലിനെ ചാരി റൈറ്റ് സൈഡ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് തിരിയാനൊന്നുമില്ല, പിന്നെ ഫുൾ സ്ട്രൈറ്റാണ്. അപ്പോൾ നമ്മൾ ഏകദേശം മല എത്താനായിട്ടുണ്ട്. ഇനി നമ്മൾ ഫുൾ സ്ട്രൈറ്റ് പോയാൽ മതി. അപ്പോൾ മല കയറാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പായി എല്ലാ ഫ്രണ്ട്സിനോടും പറയാനുള്ളത്, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, ഈ റോഡ് വലിയ കുഴപ്പമൊന്നുമില്ല, ബൈക്കും കാറൊക്കെ ഉഷാറായിട്ട് പോകും. ഇവിടെ ചെറിയൊരു അരുവി കാണുന്നുണ്ട്, വെള്ളം ഇങ്ങനെ ഒലിച്ചു വരുന്നത്. ഈ അരുവിനെ നമുക്ക് ഇപ്പം ആവശ്യമില്ല, പക്ഷെ നമുക്ക് മടങ്ങി വരുമ്പോൾ എന്തായാലും ഈ അരുവിനെ നമുക്ക് ആവശ്യമുണ്ടാകും. നമുക്ക് വരുമ്പോൾ പറയാം. ഇവിടെ കുറച്ച് കാറൊക്കെ പാർക്ക് ചെയ്ത് കാണുന്നുണ്ട്. മേലേക്ക് വണ്ടി കയറ്റുന്ന അത്ര സേഫ് അല്ല. ബൈക്കും ജീപ്പൊക്കെ ആണെങ്കിൽ ഉഷാറായിട്ട് പോകും. കാറ് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ചിലപ്പോൾ അടി തട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. റോഡ് അത്ര നല്ല റോഡല്ല. അപ്പൊ ഇതാണ് നമ്മൾ റോഡിന്റെ അവസ്ഥ, നിങ്ങൾ കണ്ടില്ലേ? നമ്മള് ഇപ്പൊ കോട കണ്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എത്തുമ്പോ വേറെ ഫീലാണ്. നമ്മൾ ഈ കോട ഇങ്ങനെ കണ്ടു തുടങ്ങുമ്പോ നമ്മള് വീഡിയോയില് കാണുന്ന പോലെ അല്ലത്, നേരിട്ട് ഇവിടെ വരുമ്പോ വല്ലാത്തൊരു വൈബാണ്. പോരാത്തിന് 2 ജീപ്പ് അവിടെ വിലങ്ങടിച്ച് കിടക്കണുണ്ട്, നല്ല ചളിയാണ്. പക്ഷെ എന്നാലും ഞങ്ങളൊന്ന് കയറണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ബ്ലോക്ക് ആയതുകൊണ്ട് ഞങ്ങൾ താഴെ തന്നെ പാർക്ക് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾ ഏതായാലും ഇവിടെ താഴെ വണ്ടി പാർക്ക് ചെയ്ത് മുകൾക്ക് നടന്നു പോകണം. മഴക്കാലം ആയതുകൊണ്ട് നല്ല ചളിയും കാര്യക്കാണ് നമ്മളെ റോഡ്. അപ്പൊ നല്ലോണം ശ്രദ്ധിക്കാൻ വരുന്നോട്. അങ്ങനെ നമ്മൾ വന്ന വഴി ഇവിടെ അവസാനിക്കാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കാട് കയറി വേണം മലന്റെ മുകളിലെത്താൻ. പിന്നെ ആ കാണുന്ന ആ ഒരു ചെറിയൊരു ഗ്യാപ്പിലൂടെ വേണം നമ്മൾ മുകൾക്ക് കയറി പോവാൻ. പിന്നെ ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, ഇതാണ് അവസ്ഥ. നല്ല കുത്തനെയുള്ള കയറ്റാണ്. അപ്പോൾ പ്രായമുള്ള ആളുകളോ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടുവരുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക. പിന്നെ ഞങ്ങളൊരു വെള്ളക്കുപ്പിയൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ട്, കാരണം അല്ലെങ്കിൽ ചിലപ്പം പകുതിക്ക് നിൽക്കാനൊക്കെ ചാൻസ് ഉണ്ട്. കണ്ടോ, ആളുകൾ താഴ്ന്ന് കയറി വരുന്നത് കണ്ടോ? നല്ല കുത്തനെയുള്ള കയറ്റാണ്, വീണ് കഴിഞ്ഞാൽ താഴെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഏകദേശം മുകളിലെത്തി തുടങ്ങിയിട്ടുണ്ട്. അവിടുത്തെ വ്യൂ ആണ് ഇത് കാണുന്നത്.
ഇനി കുറച്ചുകൂടി മുകളിലേക്ക് നമുക്ക് കയറാനുണ്ട്. അവിടെയാണ് ശരിക്കുള്ള കാഴ്ചകൾ കാണാൻ കിടക്കുന്നത്. ഇന്ന് ഇപ്പൊ ഞായറാഴ്ച ആയതുകൊണ്ട് ആണ് തോന്നുന്നത് അത്യാവശ്യം നല്ല തിരക്കുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത്രയും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്പോട്ടായിട്ട് പോലും ഇത്രയധികം ആളുകൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാനുള്ളതുള്ളൂ എത്രത്തോളം മനോഹരമായിരിക്കും ഈ കാഴ്ച എന്നുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി മുകളിലേക്ക് പോയി നോക്കാം. ഇപ്പം ഞങ്ങളുള്ളത് ഇതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് കേട്ടോ. ഏറ്റവും ടോപ്പ് എന്നുള്ള വ്യൂ ആണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങൾ വന്നത് രാവിലെ ആയതുകൊണ്ട് നല്ല കോടയാണ്. ഒരു ഉച്ച സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ വേറൊരു വ്യൂ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതായത് ചാലിയാർ പുഴ ഇങ്ങനെ വളഞ്ഞൊഴുകുന്ന ഒരു അടിപൊളി വ്യൂ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഞങ്ങൾ മല ഇറങ്ങാൻ പോവാണ്. അപ്പോൾ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.